ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 2-ൻ്റെ അഞ്ചാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഷി ക്രൈറ്റീരിയൻ, അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തിൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. അതായത് കോൺട്രാക്റ്റീവ് സീക്വൻസസ്. കോഷി ക്രൈറ്റീരിയനിലെ ലാസ്റ്റ് ഭാഗമാണ് കോൺട്രാക്റ്റീവ് സീക്വൻസസ്. കോൺട്രാക്റ്റീവ് സീക്വൻസസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ മീനിങ് മനസ്സിലായി. ചുരുങ്ങുക അല്ലെങ്കിൽ ചുരുക്കുക. ഒരു സീക്വൻസ് കോൺട്രാക്റ്റീവ് ആണ് എന്ന് പറയണമെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് എ കോൺസ്റ്റൻറ്റ് സി വിച്ച് ലൈസ് ബിറ്റ്വീൻ 0 and 1 such that modulus of xn plus 2 minus xn plus 1 less than or equal to c into modulus of xn plus 1 minus xn for all n element of capital letter N. അതായത് കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു പോകുകയാണെങ്കിൽ ആ ഡിഫറൻസ് കുറഞ്ഞു വരുന്നുണ്ട്. രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസിനെ 1നേക്കാൾ ചെറിയ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അത് ഒന്നുകൂടി ചെറുതാവും അല്ലേ. അതിനേക്കാൾ കുറവോ ഈക്വലോ ആണ് അടുത്ത രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു വരുന്നുണ്ട്. അതായത് ടേംസ് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ ഡെഫിനിഷൻ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം. അതായത് ഡിഫറൻസ് ഇങ്ങനെ ഒരു സ്പീഡിൽ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സീക്വൻസിനെയാണ് കോൺട്രാക്റ്റീവ് സീക്വൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഡിഫറൻസ് ഇങ്ങനെ ഒരു പ്രത്യേക സ്പീഡിൽ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സീക്വൻസിനെയാണ് നമ്മൾ കോൺട്രാക്റ്റീവ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇതാണ് കോൺട്രാക്റ്റീവ് സീക്വൻസിൻ്റെ definition. That is, a sequence x equal to xn of real numbers is contractive if there exists a constant c 0 less than c less than 1 such that modulus of xn plus 2 minus xn plus 1 less than or equal to c into modulus of xn plus 1 minus xn for all n element of n and c is a constant. This type of sequences are called contractive sequence. അടുത്തത് ഒരു തിയറമാണ്. തിയറം പറയുന്നത് ഇങ്ങനെയാണ്: എവറി കോൺട്രാക്റ്റീവ് സീക്വൻസ് ഇസ് എ കോഷി സീക്വൻസ് ആൻഡ് ദെയർഫോർ ഇസ് കൺവേർജൻറ്റ്. ഇവിടെ നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് കോൺട്രാക്റ്റീവ് സീക്വൻസുകൾ കോഷിയാണ് എന്നാണ്. കോൺട്രാക്റ്റീവ് സീക്വൻസിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് വി ക്യാൻ ഓൾവേസ് ഫൈൻഡ് എ സി സച്ച് ദാറ്റ് modulus of xn plus 2 minus xn plus 1 less than or equal to c into modulus of xn plus 1 minus xn where c lies between 0 and 1. ഇതാണ് കോൺട്രാക്റ്റീവ് സീക്വൻസിൻ്റെ ഡെഫിനിഷൻ നമ്മളോട് പറയുന്നത്. എന്താണ് കോൺട്രാക്റ്റീവ് സീക്വൻസിൻ്റെ ഡെഫിനിഷൻ? മോഡുലസ് ഓഫ് xn plus 2 minus xn plus 1 less than or equal to c into modulus of xn plus 1 minus xn where c lies between 0 and 1. ഇതെല്ലാ എന്നിനും ട്രൂ ആണ്. ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ എൻ. അപ്പോൾ എല്ലാ എന്നിനും ട്രൂ ആണ് എന്ന് പറയുമ്പോൾ n-1നും ഇതേ റിസൾട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് xn പ്ലസ് 1 n-1ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇത് n ആണ്. മോഡുലസ് ഓഫ് xn പ്ലസ് 2 മൈനസ് xn പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു മോഡുലസ് ഓഫ് xn പ്ലസ് 1 മൈനസ് xn. അപ്പോൾ n-1ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് xn പ്ലസ് 1 മൈനസ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു മോഡുലസ് ഓഫ് xn മൈനസ് xn മൈനസ് 1. അപ്പോൾ അതാ ഈ മോഡുലസ് ഓഫ് xn പ്ലസ് 1 മൈനസ് xnൻ്റെ ഇത് വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പോൾ നമുക്ക് എന്താ വരിക? മോഡുലസ് ഓഫ് xn പ്ലസ് 2 മൈനസ് xn പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഓൾറെഡി ഇവിടെ ഒരു സി ഉണ്ട്. വീണ്ടും ഈ മോഡുലസ് ഓഫ് xn പ്ലസ് 1 മൈനസ് xnനെ സി ഇൻറ്റു മോഡുലസ് ഓഫ് xn മൈനസ് 1 കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? സി സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് xn മൈനസ് 1 എന്ന് വരും.
ഇനി എൻ മൈനസ് ടുവിനും ഇതേ ഡെഫിനേഷൻ വീണ്ടും അപ്ലൈ ചെയ്താലോ? എൻ മൈനസ് ടുവിനും ഇതേ ഡെഫിനേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ വരിക? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് വൺ മൈനസ് എക്സ് എൻ മൈനസ് ടു. അപ്പോൾ വീണ്ടും നമ്മുടെ എക്സ് എൻ പ്ലസ് ടു മൈനസ് എക്സ് എൻ പ്ലസ് വൺ എന്താ വരിക? ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ക്യൂബ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് വൺ മൈനസ് എക്സ് എൻ മൈനസ് ടു എന്ന് വരും. ഈ പ്രൊസീജിയർ നമുക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് ടു മൈനസ് എക്സ് എൻ പ്ലസ് എന്നിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ? ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് ടു മൈനസ് എക്സ് എൻ പ്ലസ് വണ്ണിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ n ടൈംസ് ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് എസ് എന്ത് കിട്ടും? നമ്മൾക്ക് എന്താ കിട്ടുക? മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് ടു മൈനസ് എക്സ് എൻ പ്ലസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി റേസ് ടു എൻ മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ. ഇത് നമ്മൾ 3 ടൈംസ് റിപ്പീറ്റ് ചെയ്തു കണ്ടോ? അപ്പോൾ n ടൈംസ് റിപ്പീറ്റ് ചെയ്തപ്പോൾ നമ്മൾക്ക് എന്താ കിട്ടിയത്? മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് ടു മൈനസ് എക്സ് എൻ പ്ലസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി റേസ് ടു എൻ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ. എക്സ് എൻ പ്ലസ് ടു മൈനസ് എക്സ് എൻ പ്ലസ് വണ്ണിൻ്റെ ഡിഫറൻസും എക്സ് ടു മൈനസ് എക്സ് വണ്ണിൻ്റെ ഡിഫറൻസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇന്നിക്വാളിറ്റിയാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. കോഷി സീക്വൻസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി എന്താ വേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എവറി കോൺട്രാക്റ്റീവ് സീക്വൻസ് ഈസ് എ കോഷി സീക്വൻസ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾക്ക് എന്താ കിട്ടിയത്? എക്സ് എൻ പ്ലസ് ടു മൈനസ് എക്സ് എൻ പ്ലസ് വണ്ണിൻ്റെ ഡിഫറൻസും എക്സ് ടു മൈനസ് എക്സ് വണ്ണിൻ്റെ ഡിഫറൻസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇനിക്വാളിറ്റി കിട്ടി. നമുക്ക് വേണ്ടത് നമ്മുടെ കോൺട്രാക്റ്റീവ് സീക്വൻസ് കോഷി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കോഷിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി എന്താ വേണ്ടത്? മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ അതിൻ്റെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണം. അപ്പോൾ ഇതേ പ്രൊസീജിയർ തന്നെ മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എന്നിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വേർ വി അസ്യൂം എം ഗ്രേറ്റർ ദാൻ എൻ കേട്ടോ, അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എം ഗ്രേറ്റർ ദാൻ എന്നാണ് കേട്ടോ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു മൈനസ് എക്സ് എൻ പ്ലസ് വൺ എഴുതി. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പ്ലസ് എക്സ് എൻ പ്ലസ് വൺ ഒരു മിനിറ്റ് നമുക്ക് കാണിക്കേണ്ടത് മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ കോഷി ആണെന്ന് കാണിക്കാൻ വേണ്ടി ലെസ് ദാൻ എപ്സിലോൺ വി അസ്യൂം എം ഗ്രേറ്റർ ദാൻ എൻ. അതിനുവേണ്ടി എക്സ് എം മൈനസ് എക്സ് എന്നിൽ ഞാൻ കുറച്ച് ടേംസ് ആഡ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ അത് സബ്ട്രാക്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഞാൻ മൈനസ് എക്സ് എം മൈനസ് വൺ എഴുതി, അപ്പോൾ ഞാൻ പ്ലസ് എക്സ് എം മൈനസ് വൺ എന്ന് എഴുതി. ഓക്കെ, അടുത്ത മൈനസ് എക്സ് എം മൈനസ് ടു എന്ന് എഴുതി, പ്ലസ് എക്സ് എം മൈനസ് ടു എന്ന് എഴുതി. ഓക്കെ, അങ്ങനെ പോയി മൈനസ് എക്സ് എൻ പ്ലസ് വൺ പ്ലസ് എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ എന്ന് എഴുതി. ഫൈൻ. അപ്പോൾ ഇവിടെ നമുക്ക് ട്രയാങ്കിൾ ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്യാലോ. ട്രയാങ്കിൾ ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എം മൈനസ് വൺ പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് വൺ മൈനസ് എക്സ് എം മൈനസ് ടു പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ എന്ന് എഴുതാം. ഇനി എക്സ് എം മൈനസ് എക്സ് എം മൈനസ് വണ്ണിന് നമ്മളിപ്പോൾ ജനറലായിട്ട് പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസൾട്ട് ഉപയോഗിക്കാം. എക്സ് എം മൈനസ് വണ്ണിന് നമ്മളിവിടെ ജനറലായിട്ട് നമ്മൾ ഒരു റിസൾട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം മിസ് ഇതൊന്നും കൂടെ എഴുതി കാണിക്കാം, വൃത്തിയായിട്ട് എഴുതാം. മോഡുലസ് ഓഫ് ട്രയാങ്കിൾ ഇനിക്വാളിറ്റിയൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എം മൈനസ് വൺ പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് വൺ മൈനസ് എക്സ് എം മൈനസ് ടു പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് ടു മൈനസ് എക്സ് എൻ പ്ലസ് വൺ പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ എന്നെഴുതാം. ഇനി എക്സ് എം മൈനസ് വണ്ണിന് നമ്മൾ ജനറലായിട്ട് പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസൾട്ട് ഉപയോഗിക്കാം. എക്സ് എൻ പ്ലസ് ടു ആയിരുന്നെങ്കിൽ നമ്മൾ എന്തായിരുന്നു? എൻ ടൈംസ് എഴുതിയപ്പോൾ സി റൈസ് ടു എൻ എന്ന് വന്നാനേ.
അപ്പോൾ എക്സ് എൻ പ്ലസ് ടുവിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ വരുന്നത്? എക്സ് എം ആണ് വരുന്നത്. അപ്പം നേരത്തെ നമ്മൾ എഴുതിയിരുന്നു മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് ടു മൈനസ് എക്സ് എൻ പ്ലസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി റൈസ് ടു എൻ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് എഴുതിയിരുന്നു. അതായത് എക്സ് എൻ പ്ലസ് ടു ആയിരുന്നെങ്കിൽ സി റൈസ് ടു എൻ എന്ന് വന്നാനെ. പക്ഷേ ഇവിടെ എക്സ് എൻ പ്ലസ് ടുവിൻ്റെ സ്ഥാനത്ത് എക്സ് എം ആണ് വരുന്നത്. അപ്പോൾ ഇനിക്വാളിറ്റി എന്താ വരിക? മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ. അപ്പം എന്താ വരിക? ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി റൈസ് ടു എം മൈനസ് ടു മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് വരും. അടുത്തതിന് എന്താ വരിക? ഇനി വീണ്ടും അടുത്തതിന് നമുക്ക് എന്താ വരിക? സി റൈസ് ടു എം മൈനസ് ത്രീ മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് വരും, എക്സെട്ര. അങ്ങനെ എവിടം വരെ പോകും? നമ്മൾ ഇങ്ങനെ പോയി സി റൈസ് ടു എൻ മൈനസ് വൺ മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് വരും. എല്ലാ ടേംസിനും മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നല്ല നീറ്റായിട്ട് എഴുതാം? മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആദ്യത്തേന് സി റൈസ് ടു എം മൈനസ് ടു, പിന്നെ സി റൈസ് ടു എം മൈനസ് ത്രീ, അങ്ങനെ പോയി ലാസ്റ്റ് സി റൈസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു കോമൺ ഫാക്ടർ എന്താണ് ഇവിടെ? മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ. ഓക്കെ, അതായത് എക്സ് എം മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി റൈസ് ടു എം മൈനസ് ടു പ്ലസ് സി റൈസ് ടു എം മൈനസ് ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് സി റൈസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് വരും. ഇവിടെ സി റൈസ് ടു എം മൈനസ് ടു, സി റൈസ് ടു എം മൈനസ് ത്രീ എക്സെട്ര സി റൈസ് ടു എൻ മൈനസ് വൺ ഒരു ജോമെട്രിക് സീരീസ് ആണ് അല്ലേ? ഇത് ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണ് അല്ലേ? സി റൈസ് ടു എം മൈനസ് ടു, അടുത്ത ടേം സി റൈസ് ടു എം മൈനസ് ത്രീ. സോ ഇറ്റ് ഈസ് എ ഡിക്രീസിങ് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം സി റൈസ് ടു എം മൈനസ് ടു ആൻഡ് കോമൺ റേഷ്യോ 1/c. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അതിനേക്കാൾ എളുപ്പത്തിൽ ഞാൻ ഈ സീരീസിനെ ഇവിടെ നിന്ന് എടുത്തു. സി റൈസ് ടു എൻ മൈനസ് വൺ മുതൽ സി റൈസ് ടു എം മൈനസ് ടു വരെ എടുത്തു. അപ്പോൾ ഇത് ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആവും. അതിൻ്റെ ഫസ്റ്റ് ടേം സി റൈസ് ടു എൻ മൈനസ് വണ്ണും കോമൺ റേഷ്യോ സിയുമാണ് അല്ലേ? അപ്പോൾ നമ്മൾക്കറിയാം ഒരു ജോമെട്രിക് സീരീസിൻ്റെ എൻ ടേംസിൻ്റെ സമ്മിൻ്റെ ഫോമുല എന്താണ്? എൻ ടേംസിൻ്റെ സമ്മിൻ്റെ ഫോമുല എ ഇൻറ്റു വൺ മൈനസ് ആർ റൈസ് ടു എൻ ബൈ വൺ മൈനസ് ആർ ആണ്. ഇതിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടേം എ എന്ന് പറഞ്ഞാൽ സി റൈസ് ടു എൻ മൈനസ് വണ്ണും നമ്മുടെ കോമൺ റേഷ്യോ ആർ എന്ന് പറയുന്നത് സിയുമാണ്. നമ്മുടെ ജോമെട്രിക് സീരീസ് എവിടെ മുതലാണ്? സി റൈസ് ടു എൻ മൈനസ് വൺ മുതൽ സി റൈസ് ടു എം മൈനസ് ടു. ഇവിടെ എത്ര ടേംസ് ഉണ്ട്? എൻ മൈനസ് വൺ മുതൽ എം മൈനസ് ടു വരെ. എൻ മൈനസ് വൺ മുതൽ എം മൈനസ് ടു വരെ. നമ്മൾ എങ്ങനെയാണ് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുന്നത്? എൻ മൈനസ് വൺ മുതൽ എം മൈനസ് ടു വരെ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? എം മൈനസ് ടു മൈനസ് എൻ മൈനസ് വൺ പ്ലസ് വൺ, ഒരു ടേം കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എം മൈനസ് എൻ മൈനസ് ടു പ്ലസ് വൺ പ്ലസ് ടു മൈനസ് ടു പ്ലസ് ടു. ഇപ്പം എത്ര കിട്ടി? എത്ര ടേംസ് നമുക്കിവിടെ ഉണ്ട്? എം മൈനസ് എൻ ടേംസ് ഉണ്ട്. ഇവിടെ എം മൈനസ് എൻ ടേംസ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ടേംസിൻ്റെ സ്ഥാനത്ത് എം മൈനസ് എൻ വരും. അപ്പോൾ ഫസ്റ്റ് ടേം എയുടെ സ്ഥാനത്ത് നമ്മൾക്ക് വരുന്നത് സി റൈസ് ടു എൻ മൈനസ് വണ്ണും കോമൺ റേഷ്യോ സിയും നമ്പർ ഓഫ് ടേംസിൻ്റെ സ്ഥാനത്ത് എം മൈനസ് എന്നും വരും. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു വൺ മൈനസ് ആർ റൈസ് ടു എൻ ബൈ വൺ മൈനസ് ആർ എന്ന് പറഞ്ഞാൽ സി റൈസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു വൺ മൈനസ് കോമൺ റേഷ്യോ സി, ആർ ഇസ് സി, നമ്പർ ഓഫ് ടേംസ് ഈസ് എം മൈനസ് എൻ ബൈ വൺ മൈനസ് സി എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ ഇത് എവിടെ നിന്ന് തുടങ്ങിയതാണ് നമ്മളിത്? ഇത് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമുക്കൊരു ജോമെട്രിക് സീരീസ് ആയിരുന്നു. സി റൈസ് ടു എൻ മൈനസ് വൺ പ്ലസ് സി റൈസ് ടു എക്സെട്ര സി റൈസ് ടു എം മൈനസ് ടു ഇൻറ്റു എങ്ങനെ വരുന്നത്? മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ എന്നുള്ള ഒരു ജോമെട്രിക് സീരീസ് ആയിരുന്നു. ഓർമ്മയുണ്ടോ അല്ലേ? നമുക്ക് കിട്ടിയിരുന്ന ജോമെട്രിക് സീരീസ് എന്തായിരുന്നു? സി റൈസ് ടു എം മൈനസ് ടു പ്ലസ് എക്സെട്ര
പ്ലസ് സി റേസ് ടു, നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്, ഇൻറ്റു മോഡുലസ് ഓഫ് x2 മൈനസ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈ ജോമെട്രിക് സീരീസിൻ്റെ സം എങ്ങനെയാണ് നമ്മൾ എഴുതിയത്, a ഇൻറ്റു സി റേസ് ടു n മൈനസ് 1 ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു n, നമ്പർ ഓഫ് ടേംസ് m മൈനസ് n ബൈ 1 മൈനസ് ആർ, പിന്നെ ഇവിടെ ആരുണ്ട്, മോഡുലസ് ഓഫ് x2 മൈനസ് x1. ഓക്കെ, വി നോ ദാറ്റ് സി ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. സി എന്ന് പറയുന്നത് 0യ്ക്കും 1നും ഇടയ്ക്കാണ്. അതുകൊണ്ട് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്, സി ലൈസ് ബിറ്റ്വീൻ 0 to 1, 0 ലെസ് ദാൻ സി ലെസ് ദാൻ 1 ആണെങ്കിൽ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് ഓഫ് സി എൻ, ലിമിറ്റ് ഓഫ് സി റേസ് ടു n എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ പലതവണ ചെയ്ത ഒരു പ്രോബ്ലമാണ്. നമ്മളിവിടെ സി ആയിരുന്നില്ല യൂസ് ചെയ്തിരുന്നത്, ബി ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. 0 ലെസ് ദാൻ ബി ലെസ് ദാൻ 1, ലിമിറ്റ് ഓഫ് ബി റേസ് ടു n ഈക്വൽ ടു 0. അപ്പോൾ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് ഓഫ് സി റേസ് ടു n ഈക്വൽ ടു 0. ലിമിറ്റ് ഓഫ് സി റേസ് ടു n 0 ആണെങ്കിൽ ലിമിറ്റ് ഓഫ് സി റേസ് ടു n മൈനസ് 1ഉം എന്തിലേക്ക് പോകും, 0യിലേക്ക് പോകും. ലിമിറ്റ് ഓഫ് സി റേസ് ടു n മൈനസ് 1 ദാറ്റ് ഓൾസോ ടെൻസ് ടു 0. അപ്പോൾ നമ്മൾക്ക് ഇത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇനിക്വാളിറ്റി എന്താ വരിക, മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമുക്ക് എന്താ വരിക, n ടെൻസ് ടു ഇൻഫിനിറ്റി സി റേസ് ടു എം മൈനസ് എൻ ടെൻസ് ടു 0. അപ്പോൾ നമുക്ക് എന്താ വരിക, സി റേസ് ടു n മൈനസ് 1 ബൈ 1 മൈനസ് സി ഇൻറ്റു മോഡുലസ് ഓഫ് x2 മൈനസ് x1. സി റേസ് ടു n മൈനസ് 1 എന്നത് 0യിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ്. അതുകൂടാതെ 1 ബൈ 1 മൈനസ് സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. മോഡുലസ് ഓഫ് x2 മൈനസ് x1ഉം ഒരു കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇത് 0യിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ്, ഈ ബാക്കിയുള്ള രണ്ട് പേരും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തു പറയാം, മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ എന്നത് 0യിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പോൾ എക്സ് എം, ദാറ്റ് മീൻസ് എക്സ് എം ഈസ് എ കോഷി സീക്വൻസ്, അതായത് മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ലെസ് ദാൻ എപ്സിലോൺ, ബിക്കോസ് എക്സ് എം മൈനസ് എക്സ് എൻ 0യിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ്. സോ എക്സ് എം ഈസ് എ കോഷി സീക്വൻസ്. അതുകൊണ്ട് കോൺട്രാക്റ്റീവ് സീക്വൻസ് എന്താണ്, എക്സ് എം കോഷി സീക്വൻസ് ആണെങ്കിൽ എവറി കോഷി സീക്വൻസ് ഈസ് കൺവേർജൻറ്റ്. സോ കോൺട്രാക്റ്റീവ് സീക്വൻസും കൺവേർജൻ്റ് ആണ്. അപ്പോൾ എല്ലാ കോൺട്രാക്റ്റീവ് സീക്വൻസും കൺവേർജൻ്റ് ആണ് എന്ന് നമുക്ക് കിട്ടി. ഇതാണ് നമ്മളോട് ഈ തിയറം പറയുന്നത്. എവരി കോൺട്രാക്റ്റീവ് സീക്വൻസ് ഈസ് എ കോഷി സീക്വൻസ് ആൻഡ് therefore is convergent. എക്സം ഈസ് എ കോഷി സീക്വൻസ്, അതുകൊണ്ട് കൺവേർജൻ്റ് ആണ്. അപ്പോൾ എല്ലാ കോൺട്രാക്റ്റീവ് സീക്വൻസും കൺവേർജൻ്റ് ആണ് എന്ന് നമ്മൾക്ക് കിട്ടി. ഇതാണ് ഈ തിയറം പറയുന്നത്. അടുത്തത് നേരത്തെ തിയറത്തിൻ്റെ ഒരു കൊറോളറിയാണ്. അതായത് പ്രൂഫിനുള്ളിൽ ഉപയോഗിച്ച ആശയം തന്നെ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഒരു സബ് റിസൾട്ടിനെയാണ് നമ്മൾ കൊറോളറി ആക്കി എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ തിയറത്തിൻ്റെ പ്രൂഫിനുള്ളിൽ കിട്ടിയ ഒരു ആശയം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഒരു സബ് റിസൾട്ടിനെയാണ് നമ്മൾ എന്താക്കി എഴുതുന്നത്, കൊറോളറി ആയിട്ട് നമ്മളിവിടെ എഴുതുന്നത് കേട്ടോ. കൊറോളറി ആയിട്ട് എഴുതുന്നത്, ആ കൊറോളറി പറയുന്നത് ഇങ്ങനെയാണ്. If x is a contractive sequence with a constant c 0 less than c less than 1 and if x star equal to limit of x, നമ്മുടെ സീക്വൻസിൻ്റെ ലിമിറ്റ് ആണ് x star, then first part is modulus of x star minus xn less than or equal to c raised to n minus 1 by 1 minus c into modulus of x2 minus x1. സെക്കൻഡ് പാർട്ട് പറയുന്നത് എക്സ് സ്റ്റാർ മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ബൈ 1 മൈനസ് സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് 1. ഓക്കെ, അപ്പോൾ നമ്മൾ കോഷി സീക്വൻസിൻ്റെ കൺവേർജൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എവിടെ ഒന്ന് എഴുതിക്കൊണ്ട് വന്നിരുന്നല്ലോ. കോഷി സീക്വൻസിൻ്റെ കൺവേർജൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് എഴുതിക്കൊണ്ട് വന്നത് എന്തായിരുന്നു, മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ കൊണ്ടുവന്നാണ് നമ്മൾ നിർത്തിയത്, സി റേസ് ടു എൻ മൈനസ് 1 ബൈ 1 മൈനസ് സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ്2 മൈനസ് എക്സ് 1. ഇവിടെ കൊണ്ടായിരുന്നു നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇതിൽ സി റേസ് ടു എൻ മൈനസ് 1 0യിലേക്കും പോയി, മോഡ് x2 മൈനസ് എക്സ് 1ഉം 1 ബൈ 1 മൈനസ് ഈ കോൺസ്റ്റൻറ്റും ആയതുകൊണ്ടാണ് ഈ എക്സ് എം കോഷി സീക്വൻസ് ആയത്. ഇത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ടായി, ഇതല്ലേ നമ്മുടെ ഫസ്റ്റ് പാർട്ട്. കണ്ടോ, ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പാർട്ട്. നോക്കിക്കേ,
നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇതായിരുന്നു. മോഡുലസ് ഓഫ് എന്തായിരുന്നു? ഫസ്റ്റ് പാർട്ട് എന്താ? മോഡുലസ് ഓഫ് എക്സ് സ്റ്റാർ മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി റേസ് ടു എൻ മൈനസ് വൺ ബൈ വൺ മൈനസ് ഇ മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ. നമ്മൾ എഴുതി കൊണ്ടുവന്നത് എന്തായിരുന്നു? മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി റേസ് ടു എൻ മൈനസ് വൺ ബൈ വൺ മൈനസ് സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ. ഇതാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ? നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ലിമിറ്റ് ഓഫ് എക്സ്. ലിമിറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്? ലിമിറ്റ് ഓഫ് എക്സ് ആണ് എക്സ് സ്റ്റാർ. ലിമിറ്റ് ഓഫ് എക്സ് ആണ് എക്സ് സ്റ്റാർ. അപ്പോൾ നമ്മുടെ ഇത് ആസ് എം ടെൻസ് ടു ഇൻഫിനിറ്റി, ആസ് എം ടെൻസ് ടു ഇൻഫിനിറ്റി ഇറ്റ് ബിക്കംസ് എക്സ് എമ്മിൽ എം ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ നമ്മുടെ എക്സ് എമ്മിൻ്റെ ലിമിറ്റ് എന്താണ്? എക്സ് സ്റ്റാർ മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? സി റേസ് ടു എൻ മൈനസ് വൺ, സി റേസ് ടു എൻ മൈനസ് വൺ ബൈ വൺ മൈനസ് സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ. ഇത് നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ക്ലിയർ ആയോ? ഇനി സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പോലെ നമ്മൾ മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എന്നിൽ ചില ടേംസ് ആഡ് ചെയ്തു, ചില ടേംസ് സബ്ട്രാക്ട് ചെയ്തു. എന്നിട്ട് അവിടെ നമ്മൾ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി ഉപയോഗിച്ച് നമ്മൾ എഴുതിയിരുന്നു. എങ്ങനെയായിരുന്നു നമ്മൾ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി ഉപയോഗിച്ച് എഴുതിയിരുന്നത്? മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ എന്നെഴുതിയിരുന്നു. അങ്ങനെയെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് കെ മൈനസ് എക്സ് എൻ പ്ലസ് കെ മൈനസ് വണ്ണിൻ്റെ ഡിഫറൻസ് എന്തു വരും? മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് കെ മൈനസ് എക്സ് എൻ പ്ലസ് കെ മൈനസ് വണ്ണിൻ്റെ ഡിഫറൻസ് എന്ത് വരും? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് കെ മൈനസ് വൺ മൈനസ് എക്സ് എൻ പ്ലസ് കെ മൈനസ് ടു എന്ന് വരും. വീണ്ടും നമ്മൾ ഈ മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് കെ മൈനസ് വൺ മൈനസ് എക്സ് എൻ പ്ലസ് കെ മൈനസ് ടു അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് കെ മൈനസ് ടു മൈനസ് എക്സ് എൻ പ്ലസ് കെ മൈനസ് ത്രീ എന്ന് വരും. അപ്പോൾ ഇൻ ജനറൽ നമുക്ക് എങ്ങനെ എഴുതാം? അങ്ങനെ പോയി അവസാനം നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് കെ മൈനസ് എക്സ് എൻ പ്ലസ് കെ മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി റേസ് ടു കെ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് വൺ എന്ന് വരും. എന്താ കാരണം? എക്സ് എൻ പ്ലസ് കെ മുതൽ എക്സ് എൻ വരെയാണ് നമ്മൾ റിപ്പീറ്റഡായി കോൺട്രാക്റ്റീവ് സീക്വൻസിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ, ഇവിടെ എക്സ് എൻ പ്ലസ് കെ മൈനസ് എക്സ് എൻ പ്ലസ് കെ മൈനസ് വൺ നമുക്ക് എന്താ വരിക? ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് കെ മൈനസ് വൺ മൈനസ് എക്സ് എൻ പ്ലസ് കെ മൈനസ് ടു എന്ന് വരുമല്ലേ. വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ സി സ്ക്വയർ ഇൻറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി മോഡുലസ് ഓഫ് ഒരു ഇൻഡെക്സ് വരും. അങ്ങനെ ഇൻഡെക്സ് ഒന്ന് കുറഞ്ഞു വരും. അങ്ങനെ എത്ര ടൈംസ് ഉപയോഗിക്കുന്നുണ്ട്? എൻ പ്ലസ് കെ എന്നുള്ളത് എൻ ആകാൻ എത്ര ഐട്രേഷൻസ് വേണോ അത്രയും ടൈംസ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സി റേസ് ടു കെ എന്ന ഫോർമുല വന്നത്. എൻ പ്ലസ് കെ എന്നുള്ളത് എൻ ആകാൻ എത്ര ഐട്രേഷൻസ് വേണോ അത്രയും ടൈംസ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് എങ്ങനെ എഴുതാം? കണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് കെ മൈനസ് എക്സ് എൻ പ്ലസ് കെ മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി റേസ് ടു കെ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് വൺ എന്ന് വന്നത്. അങ്ങനെയെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ നമുക്ക് എങ്ങനെ എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി റേസ് ടു എം മൈനസ് എൻ പ്ലസ് എക്സെട്ര പ്ലസ് സി സ്ക്വയർ പ്ലസ് സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് വൺ. ഇതെങ്ങനെയാണ് വന്നത്? ഇതെങ്ങനെ വന്നു? ഇവിടെ ഫസ്റ്റ് എക്സ് എൻ പ്ലസ് കെയുടെ സ്ഥാനത്ത് എം കൊടുക്കുന്നു. അപ്പോൾ എൻ പ്ലസ് കെയുടെ സ്ഥാനത്താണ് നമ്മൾ എം കൊടുക്കുന്നത്. അപ്പോൾ എക്സ് എം മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി റേസ് ടു എം മൈനസ് എൻ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എൻ എന്ന് വരും. അതായത് നമ്മളിവിടെ എൻ പ്ലസ് കെയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? എം കൊടുക്കുന്നു. അപ്പോൾ കെ എന്ന് പറയുന്നത് സി റേസ് ടു കെ എന്ന് പറയുന്നത് എന്ത് വന്നു? സി റേസ് ടു എം മൈനസ് എൻ എന്ന് വരും. അടുത്തത് എന്താ വരിക? സി റേസ് ടു എം മൈനസ് എൻ മൈനസ് വൺ
ഇൻറ്റു എക്സ് എൻ മൈനസ് എക്സ് എൻ മൈനസ് 1 എന്ന് വരും. അങ്ങനെ വന്ന് അവസാനത്തെ ടേം എത്തുമ്പോൾ നമുക്ക് എന്ത് വരും? സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് 1 എന്ന് വരും. സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എൻ എന്ന് വരും. ഇതിൽ ഓരോ ടേംസിലും മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് 1 കോമൺ ഫാക്ടർ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ എഴുതിയത് മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി റേസ് ടു എം മൈനസ് എൻ പ്ലസ് സി റേസ് ടു എം മൈനസ് എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് സി സ്ക്വയർ പ്ലസ് സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് 1 എന്ന് വന്നത്. ദിസ് ഈസ് എ ജോമെട്രിക് സീരീസ്. ഇവിടെ ഇതും നമ്മൾ നേരെ തിരിച്ചാണ് കേട്ടോ, ഇവിടെ നിന്നല്ല പോകുന്നത്, നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ദിസ് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം സി ആയിട്ട് എടുത്തു. കോമൺ റേഷ്യോ ഈസ് ഓൾസോ സി. ഇവിടെയും ജോമെട്രിക് സീരീസ് കൺസിഡർ ചെയ്യുന്നത് സി മുതൽ സി റേസ് ടു എം മൈനസ് എൻ വരെയാണ്. നേരത്തെ അപ്ലൈ ചെയ്ത അതേ റിലേഷൻ തന്നെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താ കിട്ടുക? മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ. നമുക്ക് ഇത് തന്നെ നമ്മൾക്ക് കിട്ടും. സി ബൈ 1 മൈനസ് സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് 1 എന്ന് എഴുതാം. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഇക്വാളിറ്റിയിൽ എം ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുക. നമുക്കറിയാം ലിമിറ്റ് ഓഫ് എക്സ് എം എന്ന് പറയുന്നത് എക്സ് സ്റ്റാർ ആണ്. ആസ് എം ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എക്സ് സ്റ്റാർ മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ബൈ 1 മൈനസ് സി ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് 1. ഇവിടെ എമ്മിന് മാത്രമാണ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുത്തിരിക്കുന്നത്. ബാക്കി ടേംസിന് ഒന്നും മാറ്റമില്ല. കണ്ടോ, ഇതായിരുന്നു നമ്മുടെ കൊറോളറി ബി, അതായത് പാർട്ട് ബിയിൽ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. കണ്ടോ, മോഡുലസ് ഓഫ് എക്സ് സ്റ്റാർ മൈനസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ബൈ 1 മൈനസ് സി മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ ആദ്യമേ കോൺട്രാക്റ്റീവ് സീക്വൻസിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. അത് ഉപയോഗിച്ചൊരു തിയറം പഠിച്ചു. എവ്രി കോൺട്രാക്റ്റീവ് സീക്വൻസ് ഈസ് കോഷി, ഹെൻസ് ഇറ്റ് ഈസ് കൺവേർജൻറ്റ്. അതിൻ്റെ ഒരു കൊറോളറി നമ്മളിപ്പോൾ കണ്ടു. ഇനി അടുത്തത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ആണ് കേട്ടോ. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ആണ്. അതിൽ ശരിക്കും നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾക്ക് ഒരു ഇക്വേഷൻ തന്നിരിക്കുകയാണ്, ഒരു ക്യൂബിക് ഇക്വേഷൻ നമ്മൾക്ക് തന്നിരിക്കുകയാണ്. ക്യൂബിക് ഇക്വേഷൻ ഇതാണ്: എക്സ് ക്യൂബ് മൈനസ് 7x പ്ലസ് 2 ഈക്വൽ ടു 0 എന്നൊരു ക്യൂബിക് ഇക്വേഷൻ തന്നിരിക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് എ സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. നമ്മൾക്കറിയാം ഇതൊരു ക്യൂബിക് സൊല്യൂഷൻ ആയതുകൊണ്ട് ഇതിന് 3 സൊല്യൂഷൻ കണ്ടുപിടിക്കും. നമ്മളോട് പറഞ്ഞേക്കുന്ന ഫൈൻഡ് എ റിയൽ സൊല്യൂഷൻ. നിങ്ങളിത് ആക്ച്വലി ഫസ്റ്റ് സെമിസ്റ്ററിൽ തിയറി ഓഫ് ഇക്വേഷൻസിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ക്യൂബിക് സൊല്യൂഷൻ സോൾവ് ചെയ്യാനും. അതോ നിങ്ങൾ ന്യൂമറിക്കൽ സൊല്യൂഷൻസ് പഠിച്ചിട്ടുണ്ട്? ന്യൂമറിക്കൽ സൊല്യൂഷൻസിനകത്ത് നിങ്ങൾ ഇങ്ങനത്തെ 5th ഡിഗ്രിയോ 6th ഡിഗ്രിയോ ഏത് പോളിനോമിയൽ അല്ലെങ്കിൽ ഏത് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് തന്നിരുന്നെങ്കിലും നിങ്ങൾക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ അറിയാം. അതിനുവേണ്ടി നിങ്ങൾ ബൈസെക്ഷൻ മെത്തേഡ്, ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്, ഐട്രേഷൻ മെത്തേഡ്, ഇങ്ങനെ ബൈസെക്ഷൻ മെത്തേഡ്, ഇങ്ങനെ പല മെത്തേഡ്സും ഉപയോഗിച്ചിട്ട് നിങ്ങൾ റൂട്ട് കണ്ടുപിടിച്ചിരുന്നു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് അനാലിസിസ് ആണ്. അപ്പോൾ അനാലിസിസ് ഉപയോഗിച്ച് എങ്ങനെ നമ്മൾക്ക് ഈ ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കാം എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്തു നമ്മുടെ ഒരു സൊല്യൂഷൻ ഫസ്റ്റ് സൊല്യൂഷൻ ലൈസ് ബിറ്റ്വീൻ, നമ്മുടെ ഇക്വേഷൻ ഇതാണ്, എക്സ് ക്യൂബ് മൈനസ് 7x പ്ലസ് 2 ഈക്വൽ ടു 0. ഞാൻ പറയുകയാണ് എൻ്റെ റൂട്ട് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. എൻ്റെ റൂട്ട് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. എന്തുകൊണ്ടാണ് അങ്ങനെ അസ്യൂം ചെയ്യാൻ കാരണം? നമ്മൾ എങ്ങനെയാണ് ഒരു റൂട്ട് ഒരു ഇൻ്റർവെല്ലിന് ഇടയ്ക്കുണ്ട്, ഒരു റൂട്ട് ലൈസ് ബിറ്റ്വീൻ ആൻഡ് ഇൻ്റർവെൽ. ഹൗ ടു ഷോ ദാറ്റ് റൂട്ട് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1 എന്ന് എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഫസ്റ്റ് അസ്യൂം ദാറ്റ് ഹിയർ അവർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 7x പ്ലസ് 2 ആൻഡ് വി അസ്യൂം ദാറ്റ് എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താ കിട്ടുക നമുക്ക്? 2 ഈസ് പോസിറ്റീവ്. And what about f of 1? f of 1 is 1 minus 7 plus 2. This is less than 0. അതായത് ഒരു നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ എഫ് ഓഫ് 0 പോസിറ്റീവും മറ്റേത് നെഗറ്റീവും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് അവിടെ നമ്മുടെ ഒരു റൂട്ട് ഉണ്ട്, ആ ഇൻ്റർവെല്ലിനകത്ത് ഒരു റൂട്ട് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എക്സ് ക്യൂബ് മൈനസ് 7x പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന എൻ്റെ ഇക്വേഷനിൽ വി അസ്യൂം ദാറ്റ് അവർ റൂട്ട് ലൈസ് ബിറ്റ്വീൻ ദ ഇൻ്റർവെൽ 0 ആൻഡ് 1.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സോ ഞാൻ അസ്യൂം ചെയ്തു എൻ്റെ 0.5 ആണ് സൊല്യൂഷൻ എന്ന് ഞാൻ അസ്യൂം ചെയ്തു. ദാറ്റ് ഈസ് x1 ഈക്വൽ ടു 0.5 എന്ന് നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് വിചാരിക്കാം. ഇനി എക്സ് ക്യൂബ് മൈനസ് 7x പ്ലസ് 2നെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ കിട്ടും? എക്സ് ക്യൂബ് പ്ലസ് 2 ഈക്വൽ ടു 7x. സോ ഹൗ ടു റൈറ്റ് എക്സ്? എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ 7 എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്കൊരു ഐട്രേറ്റീവ് ഫോമിൽ എഴുതാമല്ലോ. ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയത് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2 ബൈ 7 ആണ്. അപ്പോൾ ഇതിൻ്റെ ഐട്രേറ്റീവ് ഫോമിൽ എങ്ങനെ എഴുതാം? എക്സ് എൻ പ്ലസ് 1 ഈക്വൽ ടു 1/7 ഇൻറ്റു എക്സ് എൻ ക്യൂബ് പ്ലസ് 2 എന്ന ഐട്രേറ്റീവ് ഫോമിൽ എഴുതാം. ഇതിൽ x1ൻ്റെ വാല്യൂ നമ്മൾ 0.5 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിഷ്യൽ സൊല്യൂഷൻ 0.5 ആണ് എന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ സൊല്യൂഷൻ 0.5, അതായത് x1 0.5 ആണെങ്കിൽ എന്നിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ x2 ഈക്വൽ ടു 1/7 ഇൻറ്റു x1 ക്യൂബ് പ്ലസ് 2. x1 0.5 ആണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.30. ടെക്സ്റ്റിലുണ്ട് 30357149 എന്ന് നമ്മൾക്ക് കിട്ടുന്നു. കണ്ടോ? അതാ നോക്കിക്കേ. കണ്ടോ? x1ൻ്റെ ഒരു വാല്യൂ നമുക്ക് കിട്ടി. കണ്ടോ? x2 കിട്ടി. കണ്ടോ? x2 കിട്ടിയേക്കുന്ന കണ്ടോ? ഈ വാല്യൂ നമ്മൾക്ക് കിട്ടി. അടുത്തത് x3 കണ്ടുപിടിക്കാൻ വീണ്ടും ഇതേ ഫോർമുലയിൽ x2ന് പകരം, അപ്പോൾ നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വരിക? x3 n ഈക്വൽ ടു 2 ഇട്ട് കൊടുക്കുമ്പോൾ x3 ഈക്വൽ ടു 1/7 ഇൻറ്റു x2 ക്യൂബ് പ്ലസ് 2. x2ൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടി 0.30357149. അപ്പോൾ നമ്മൾക്ക് ദാണ്ടെ x3യുടെ വാല്യൂ നമ്മൾക്ക് കിട്ടി. x3യുടെ വാല്യൂ എന്താ കിട്ടിയത്? x3യുടെ വാല്യൂ നമ്മൾ ഐട്രേറ്റീവ് ഫോമിൽ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 0.289710,830 എന്ന് കിട്ടി. ഇവിടെ x4, x5, x6 എന്ന വാല്യൂസ് ഒക്കെ ഒന്ന് നോക്കിക്കേ. ഇവിടെ എല്ലാ വാല്യൂസും ഒന്ന് നോക്കിക്കേ. x4, x5, x6 എല്ലാ വാല്യൂസും ഒന്ന് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ആദ്യത്തെ 3 ഡിജിറ്റ്സ് 0.289 എന്നത് കോമൺ ആയിട്ട് നിൽപ്പുണ്ട് അല്ലേ? x3ലും 0.289 ഉണ്ട്, x4ലും 0.289 ഉണ്ട്, x5ലും 0.289 ഉണ്ട്, x6ലും 0.289 ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ 0.289ൻ്റെ നെയ്ബർഹുഡിലാണ് സൊല്യൂഷൻ ഉള്ളതെന്ന് മനസ്സിലായി. അടുത്ത സ്റ്റെപ്പിൽ എത്തിയാൽ നമുക്ക് എന്താ മനസ്സിലായത്? 0.2891. കണ്ടോ? അതായത് x4ലും ഉണ്ട് 0.2891, x3ൽ 0.2897 ആണ്. പക്ഷേ x4 മുതൽ 0.2891 ഉണ്ട്, x5ലും ഉണ്ട് 0.2891, x6ലും ഉണ്ട് 0.2891. അപ്പോൾ 0.2891 എന്നത് ചേഞ്ച് ചെയ്യുന്നില്ല. അടുത്ത സ്റ്റെപ്പിൽ എത്തിയപ്പോൾ 0.28916 കണ്ടോ? x5 മുതൽ x6 മുതൽ x5, x6, x7ലൊക്കെ 0.28916 എന്നത് വരെ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എത്ര ഡെസിമൽ പ്ലേസ് വരെ കറക്റ്റായ ഒരു സൊല്യൂഷൻ ആണോ കിട്ടേണ്ടത് അത്രയും ഡെസിമൽ പ്ലേസ് വരെ സെയിം ആൻസർ തന്നെ കിട്ടുന്നിടത്ത് നമുക്കിത് കൺക്ലൂഡ് ചെയ്താൽ നമുക്ക് ഈ x³ - 7x + 2 = 0ൻ്റെ ഒരു അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ കിട്ടും. കണ്ടോ? അപ്പോൾ അനാലിസിസിലെ കൺവേർജൻസ് എന്ന പ്രോപ്പർട്ടിയാണ് ന്യൂമറിക്കൽ മെത്തേഡിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളപ്പോൾ ന്യൂമറിക്കൽ മെത്തേഡിൽ എന്ത് എളുപ്പമായിട്ടായിരുന്നല്ലേ, നമുക്ക് എന്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്തത്. ആക്ച്വലി നമ്മുടെ അനാലിസിസിലെ ഈ കൺവേർജൻസ് എന്ന പ്രോപ്പർട്ടി ആയിരുന്നു ആ ന്യൂമറിക്കൽ മെത്തേഡ്സിൽ നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലം ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് നമ്മുടെ അനാലിസിസിലെ കൺവേർജൻസിൻ്റെ ആപ്ലിക്കേഷൻ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, ഫൈൻ. അടുത്തത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മളിപ്പോൾ 5ാമത്തെ സെക്ഷൻ്റെ ലാസ്റ്റ് ഭാഗമാണ്, കോൺട്രാക്റ്റീവ് സീക്വൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി സെക്കൻഡ് മൊഡ്യൂളിൽ ഒരു ലാസ്റ്റ് സെക്ഷൻ, അതായത് 6th സെക്ഷനാണ് നമ്മുടെ പ്രോപ്പർലി ഡൈവേർജൻറ്റ് സീക്വൻസസ്. ഈ സെക്ഷനും കൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവത്തുള്ളൂ. മിസ്സ് ഈ സെക്ഷൻ പഠിപ്പിക്കാതെയാണ് 3rd മൊഡ്യൂളിലേക്ക് പോയത്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിലും ഒരു സെക്ഷൻ മിസ്സ് വിട്ടിരുന്നു, ഇൻ്റർവെൽസ്, അത് മിസ്സ് പഠിപ്പിച്ചു, അതിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് മൊഡ്യൂളിൽ ആ 5th സെക്ഷൻ്റെ ആ കോൺട്രാക്റ്റീവ് സീക്വൻസ് മുതൽ ഈ 6th സെക്ഷൻ കംപ്ലീറ്റ് വരെ മിസ്സ് ഒഴിവാക്കിയിട്ടാണ്
മിസ് അന്ന് ഫോർത്ത് മൊഡ്യൂളിലോട്ട് പോയത്. കാരണം ഇത് ചിലപ്പോൾ ഒഴിവാക്കി കിട്ടും എന്നൊരു ധാരണയുണ്ടായിരുന്നു. നമ്മൾ ടീച്ചേഴ്സ് എല്ലാം ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതൊന്ന് ഒഴിവാക്കണം, കുറച്ച് കൂടുതലാണ് പോർഷൻസ് എന്ന് പറഞ്ഞ്. പക്ഷേ നമ്മൾക്കത് കിട്ടിയില്ല. കാര്യം ആക്ച്വലി അത് അത്ര കൂടുതലൊന്നും ആയിരുന്നില്ല. ഇത് കുട്ടികൾ പഠിക്കേണ്ടതാണ്. കാര്യം ഇതൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് 6th സെമ്മിൽ പോകുമ്പോൾ നമുക്ക് ഈസി ആകുള്ളൂ. അപ്പം ഇതൊക്കെ ഒഴിവാക്കി നിങ്ങൾക്ക് കുട്ടികളെ മുൻനിർത്തി കണ്ട് നമ്മളത് പറഞ്ഞെങ്കിലും ആക്ച്വലി അത് നിങ്ങളുടെ ബെനിഫിറ്റൊന്നും ആയിരുന്നില്ല. ഒരു ടോപ്പിക്ക് ഒഴിവാക്കി കിട്ടുക എന്ന് പറയുമ്പോൾ അത്രയും ലോസ് നിങ്ങൾക്ക് അടുത്ത സെമ്മിൽ വരും. അപ്പോൾ എന്തോ ഭാഗ്യവശാൽ അന്നേരം നിർഭാഗ്യമെന്ന് തോന്നിയെങ്കിലും ഇപ്പോൾ ഇതൊന്നും ഒഴിവാക്കാഞ്ഞത് നന്നായി എന്ന് തോന്നുകയാണ്. കാര്യം പ്രോപ്പർലി ഡൈവേർജൻറ്റ് സീക്വൻസ് ഒന്നും നമ്മൾ അറിയാതെ നമ്മൾ അടുത്ത സെമ്മിലേക്ക് പോയിട്ട് കാര്യമില്ല. അപ്പോൾ മിസ് ആ പ്രോപ്പർലി ഡൈവേർജൻറ്റ് സീക്വൻസസ് എന്താണ് എന്ന് പറഞ്ഞു തരികയാണ്. അതായത് ഒരു സീക്വൻസ് ഡെഫിനിഷൻ ഞാനൊന്ന് വായിക്കാം. ലെറ്റ് xn be a sequence of real numbers. First one, we say that xn tends to plus or minus infinity. Write limit xn equal to plus infinity. For every alpha in R, there exists a natural number k of alpha such that if n greater than or equal to k of alpha, then xn greater than alpha. We say that xn tends to minus infinity, right? Limit xn equal to minus infinity. If for every beta in R, there exists a natural number k of beta such that if n greater than or equal to k of beta, then xn less than beta. We say that xn is properly divergent in case we have either limit xn equal to plus infinity or limit xn equal to minus infinity. Definition മനസ്സിലായോ? ഒരു സീക്വൻസ് കൺവേർജൻ്റ് അല്ല എങ്കിൽ നമ്മൾ എന്ത് പറയും? അത് ഡൈവേർജൻ്റ് ആണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഡൈവേർജൻ്റ് ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അത് കൂടി പ്ലസ് ഇൻഫിനിറ്റിയിലേക്കോ കുറഞ്ഞ് മൈനസ് ഇൻഫിനിറ്റിയിലേക്കോ പോകണമെന്ന് അർത്ഥമില്ല. ഫോർ എക്സാമ്പിൾ, അപ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ വരും, ദാറ്റ് സീക്വൻസ് ഈസ് ഡൈവേർജൻറ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കണോ അതായത് ആ സീക്വൻസ് കൂടി ഇൻഫിനിറ്റിയിലേക്ക് പോകും കേട്ടോ, അല്ലെങ്കിൽ ആ സീക്വൻസ് കുറഞ്ഞ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും കേട്ടോ എന്ന് അർത്ഥമില്ല. ഓക്കെ, അതായത് എന്താ കാരണം? ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ നിങ്ങളെ കാണിക്കാം. അതൊരു ഡൈവേർജൻറ്റ് സീക്വൻസ് ആണ്. അതായത് 1 -1 1 -1 എന്ന സീക്വൻസ് നമുക്കറിയാം, കൺസിഡർ ചെയ്യുവാണെങ്കിൽ അത് കൺവേർജൻ്റ് അല്ല. കാരണം എന്താണ്? ഇതിൻ്റെ ഓഡ് ടേംസിൻ്റെ സീക്വൻസ് എടുത്താൽ നമുക്കൊരു സബ് സീക്വൻസ് കിട്ടും. ഓഡ് ടേംസിൻ്റെ സീക്വൻസ് എടുത്താൽ നമ്മൾക്ക് കിട്ടുന്ന സബ് സീക്വൻസുകൾ ഏതാണ്? സബ് സീക്വൻസ് ഏതാണ്? ഓഡ് ടേംസിൻ്റെ സീക്വൻസ് എടുത്താൽ നമുക്ക് കിട്ടുന്ന സബ് സീക്വൻസ് ആണ് 1 1 1 1 എന്ന സബ് സീക്വൻസ്. അതെന്തിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്? 1. ഈവൻ ടേംസിൻ്റെ സീക്വൻസ് എടുത്താൽ നമ്മൾക്ക് കിട്ടുന്ന സബ് സീക്വൻസ് ആണ് -1 എക്സെട്ര. അത് -1ലേക്കും കൺവേർജ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ രണ്ട് സീക്വൻസ് ഒന്ന് -1ലേക്കും മറ്റത് 1ലേക്കുമാണ് കൺവേർജ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒറിജിനൽ സീക്വൻസ് കൺവേർജൻ്റ് അല്ല. പക്ഷേ കൺവേർജൻ്റ് അല്ല എന്ന് വെച്ചതുകൊണ്ട് ഈ സീക്വൻസ് പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണോ പോകുന്നത് അതോ മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ടേംസ് എല്ലാം ഒന്നില്ലെങ്കിൽ 1 ആണ്, അല്ലെങ്കിൽ -1 ആണ്. അതായത് ആക്ച്വലി ഈ സീക്വൻസ് ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് ഈ സീക്വൻസ് നിൽക്കുന്നത്. അതായത് -1 1 അങ്ങനെയുള്ള ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് ഈ സീക്വൻസ് നിൽക്കുന്നതെങ്കിൽ പോലും ഇതെന്തല്ല? കൺവേർജൻ്റ് അല്ല എന്നതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിളാണ് ഈ സീക്വൻസ് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം, നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം, ഈ സീക്വൻസ് ബൗണ്ടഡ് ആണ്, 1 -1 1 1 എന്നത് ഒരു ബൗണ്ടഡ് സീക്വൻസ് അല്ല. എന്നിരുന്നാൽ പോലും ഈ സീക്വൻസ് എന്തല്ല? കൺവേർജൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒരു എക്സാമ്പിൾ, അപ്പോൾ ഇങ്ങനെ അല്ലാതെ, അപ്പം അതായത് ചില സീക്വൻസുകൾ പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് അല്ലെങ്കിൽ സീക്വൻസ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് ഡൈവേർജൻ്റ് ആകുന്ന സീക്വൻസുകളെയാണ് നമ്മൾ പ്രോപ്പർലി ഡൈവേർജൻറ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള സീക്വൻസ് അല്ല, +1 -1ലേക്ക് പോകുന്ന ഡൈവേർജൻറ്റ് സീക്വൻസുകളല്ല. അങ്ങനെയല്ലാതെ ഒന്നില്ലെങ്കിൽ അത് പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകണം, അല്ലെങ്കിൽ അത് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ട് ഡൈവേർജൻ്റ് ആകുന്ന സീക്വൻസുകളെയാണ് നമ്മൾ പ്രോപ്പർലി ഡൈവേർജൻറ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് ലിമിറ്റ് എക്സിന് ഒന്നുകിൽ പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ ലിമിറ്റ് എക്സിന് മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കണം. നമുക്കറിയാം ഇൻഫിനിറ്റി ഒരു നമ്പർ അല്ല. ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു നമ്പർ അല്ല, അതൊരു കോൺസെപ്റ്റ് മാത്രമാണ്. അപ്പോൾ പ്ലസ് ഇൻഫിനിറ്റി ആണ് ലിമിറ്റ് എന്ന് എങ്ങനെ പറയാൻ പറ്റും?
അതാണ് അടുത്ത ഡെഫിനിഷനിൽ പറയുന്നത്. നമ്മുടെ ഈ ഡെഫിനിഷനിൽ ഈ പറയുന്നത്, ഞാൻ ഈ വായിച്ച ഡെഫിനിഷനിൽ പറയുന്നത് അതായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായായിരുന്നോ? അതായത് നമ്മളെപ്പോഴും വിചാരിക്കും ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഒരു സീക്വൻസിൻ്റെ ലിമിറ്റ് ഒരു നമ്പർ ആവണ്ടേ എന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾക്ക് ഡൈവേർജൻറ്റ് സീക്വൻസ് ആണെങ്കിൽ നമ്മുടെ ആ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്തായിരിക്കണം? ഒന്നില്ലെങ്കിൽ പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കണം. പക്ഷേ ഇൻഫിനിറ്റി ഒരു നമ്പർ അല്ല, ഇറ്റ് ഇസ് എ കോൺസെപ്റ്റ്. അപ്പോൾ അതെങ്ങനെ ഇതിൻ്റെ ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി ആണ് ലിമിറ്റ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? അതാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. എന്താ പറഞ്ഞിരുന്നത്? ഒരു സീക്വൻസ് എക്സ് എന്നിൻ്റെ ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി ആണ് എന്ന് പറയണമെങ്കിൽ എത്ര വലിയ ആൽഫ എലമെൻ്റ് ഓഫ് ആർ എടുത്താലും സീക്വൻസിലെ ടേംസ് ഒരു സ്റ്റേജിന് ശേഷം ആൽഫയേക്കാൾ വലുതാണ്. എത്ര വലിയ ആൽഫ തന്നാലും ശരി, ഒരു പെർട്ടിക്കുലർ സ്റ്റേജിന് ശേഷം, ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു കെ ആൽഫ എന്നൊരു സ്റ്റേജ് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, സച്ച് ദാറ്റ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആൽഫ ആണെങ്കിൽ എക്സ് എന്നിൻ്റെ വാല്യൂ ആൽഫയേക്കാൾ വലുതാണ്. ദാറ്റ് ഈസ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ആൽഫ. അതായത് എക്സ് കെ ആൽഫ മുതൽ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആൽഫ, എക്സ് കെ ആൽഫ മുതൽ അങ്ങോട്ടുള്ള എല്ലാ ടേംസും ആരെയേക്കാൾ വലുതാണ്? ആൽഫയേക്കാൾ വലുതാണ്. which means that sequence xn diverges to plus infinity എന്ന് പറയാം. മനസ്സിലായോ? അതായത് ഒരു സ്റ്റേജിന് ശേഷം, അതായത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആൽഫ. അപ്പോൾ നമ്മുടെ സീക്വൻസിലെ ടേംസ് അടുത്ത ടേം ഏതൊക്കെയാണ് വരുന്നത്? എക്സ് കെ ആൽഫ, പിന്നെ എക്സ് കെ ആൽഫ പ്ലസ് 1, കെ ആൽഫ പ്ലസ് 1. ഇങ്ങനെ ഒരു സ്റ്റേജിന് ശേഷം വരുന്ന സീക്വൻസുകൾ എല്ലാ ടേംസും ആരെയേക്കാൾ വലുതാണ്? ആൽഫ ആരാണ്? എത്ര വലിയ ആൽഫ എടുത്താലും സീക്വൻസിലെ ടേംസ് ഒരു സ്റ്റേജിന് ശേഷം ആൽഫയേക്കാൾ വലുതാണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് എൻ എന്ന് പറയുന്നത് പ്ലസ് ഇൻഫിനിറ്റി ആണ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകണമെങ്കിൽ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ മൈനസ് എൻ എന്ന സീക്വൻസ് എടുക്കാം. അപ്പോൾ ഇവിടുത്തെ സീക്വൻസ് എന്താ വരിക? -1, -2, -3 എക്സെട്ര എന്ന സീക്വൻസ്. ഇവിടുത്തെ x1 ആണ് -1, x2 ആണ് -2, x3 ആണ് -3. ഓക്കെ, ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ്, ശരിക്കും അല്ലേ? അപ്പോൾ ഏതൊരു റിയൽ നമ്പർ ബീറ്റ എടുത്താലും അതിനേക്കാൾ ചെറിയ ഒരു എലമെൻ്റ്, അതിനേക്കാൾ ചെറുത്, പ്ലസ് ഇൻഫിനിറ്റിനെ ആണെങ്കിൽ അതിനേക്കാൾ വലുത് ഉണ്ട് സീക്വൻസിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എക്സ് എൻ മൈനസ് ഇൻഫിനിറ്റി ആണ്, ലിമിറ്റ് ഓഫ് എക്സ് എൻ മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഏതൊരു റിയൽ നമ്പർ ബീറ്റ എടുത്താലും അതിനേക്കാൾ ചെറിയ ഒരു എലമെൻ്റ് സീക്വൻസിലുണ്ട്. ഏത് ചെറിയ ബീറ്റ എടുത്താലും അതിനേക്കാൾ ചെറിയ ഒരു എലമെൻ്റ് സീക്വൻസിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ എക്സാമ്പിളിൽ തന്നെ ബീറ്റ ഈക്വൽ ടു -10 എടുത്താൽ -10നേക്കാൾ താഴെ സീക്വൻസിൽ എലമെൻ്റ് ഉണ്ട്. ബീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് there exists a k നാച്ചുറൽ നമ്പർ, അതായത് ബീറ്റ ഈക്വൽ ടു -10 എടുക്കുന്നുവെങ്കിൽ -10നേക്കാൾ താഴെ ഉണ്ടല്ലോ ആര്? -11. അപ്പോൾ -11 എന്ന് പറഞ്ഞാൽ അത് എത്രാമത്തെ ടേമാണ്? 11ാമത്തെ ടേമാണ്. അപ്പോൾ നമ്മുടെ കെ എന്ന് പറയുന്നത് ആരാണ്? 11. അപ്പോൾ നമുക്ക് എന്തും മനസ്സിലായി? x11, x12, x13 ഇതെല്ലാം ആരെയേക്കാൾ കുറവാണ്? -10നേക്കാൾ കുറവാണ്. അപ്പോൾ ഇവിടെ കെ എന്ന് പറയുന്നത് 10th ടേം. കാര്യം നമ്മൾ ബീറ്റ എടുത്തേക്കുന്നത് -10. നമ്മുടെ സീക്വൻസ് ഏതാണ്? -1, -2, -3 എക്സെട്ര. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ബീറ്റ -10, ചെറിയൊരു ബീറ്റ എടുത്തു. അത് എന്ന് പറയുന്നത് 10ാമത്തെ ടേമാണ്. അപ്പോൾ ഈ 10ാമത്തെ ടേമിന് ശേഷം വരുന്ന എല്ലാ എലമെൻസും ആരെയേക്കാൾ ചെറുതാണ്? ബീറ്റയേക്കാൾ ചെറുതാണ്. അപ്പോൾ നമ്മുടെ കെ എന്ന് പറയുന്നത് 11ാമത്തെ ടേം മുതലാണ് അല്ലേ? ബീറ്റ 10 എടുത്തു കഴിഞ്ഞാൽ കെ 11 11 മുതൽ അങ്ങോട്ട് എല്ലാവരും -10നേക്കാൾ ചെറുതാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? അങ്ങനെ അപ്പോൾ നമ്മൾക്ക് ഈ കേസിൽ നമ്മൾക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -ഇൻഫിനിറ്റി ആണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർലി ഡൈവേർജൻറ്റ് സീക്വൻസിൻ്റെ ഡെഫിനേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു -ഇൻഫിനിറ്റിക്ക് ഒരു എക്സാമ്പിൾ. നമ്മൾ എന്തെടുത്തു? നമ്മുടെ സീക്വൻസ് എക്സ് എൻ ഈക്വൽ ടു -n എന്നെടുത്തു. ഇവിടെ ബീറ്റ -10 എന്നെടുത്തു. അപ്പോൾ there exists a k എന്ന് പറഞ്ഞാൽ ഞാൻ 11. അപ്പോൾ എൻ്റെ ടേംസ് ഏതാണ്? x11, x12. x11ന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാ സീക്വൻസിൽ വരുന്നത്? -11. x12ന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാ വരുന്നത്? -12. അപ്പോൾ x11 മുതൽ അങ്ങോട്ടുള്ള എല്ലാ ടേംസും -11
-11 ഓക്കെ -10 ചെറുതാണ്, -12 -10 ചെറുതാണ്. അപ്പോൾ ഒരു സ്റ്റേജിന് ശേഷം സീക്വൻസിലെ എല്ലാ എലമെൻസും എത്ര ചെറിയ ബീറ്റ എടുത്താലും ആ ബീറ്റയേക്കാൾ ചെറുതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് പറയാം ലിമിറ്റ് xn ഈക്വൽ ടു -ഇൻഫിനിറ്റി. ലിമിറ്റ് xn ഈക്വൽ ടു -ഇൻഫിനിറ്റി. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞത് ലിമിറ്റ് xn ഈക്വൽ ടു +ഇൻഫിനിറ്റി. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞേ. ലിമിറ്റ് xn ഈക്വൽ ടു +ഇൻഫിനിറ്റിക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് പറയണ്ടേ? ഏതാണ് അതിൻ്റെ എക്സാമ്പിൾ? ഇതാ നോക്കിക്കേ, ഇതാ കിടക്കുന്നു. ഓക്കെ, വേണ്ടോ? നോക്കിക്കേ, ഈ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. ലിമിറ്റ് n ഈക്വൽ ടു +ഇൻഫിനിറ്റി. അപ്പോൾ ആരാ നമ്മൾ എക്സാമ്പിൾ എടുത്തത്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് xn ഈക്വൽ ടു +ഇൻഫിനിറ്റി, ലിമിറ്റ് +ഇൻഫിനിറ്റി വരുന്നതിൻ്റെ എക്സാമ്പിളാണ്. അതായത് 1 2 3 എക്സെട്ര. എന്താ കാരണം? ഇതിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താ കാരണം? എത്ര വലിയ നാച്ചുറൽ നമ്പർ n തന്നാലും എന്നിന് ശേഷമുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും അതിനേക്കാൾ വലുതാണ്. സോ നാച്ചുറൽ നമ്പേഴ്സ് ഡൈവേർജൻ്റ് ആണ്. സോ ലിമിറ്റ് ഓഫ് n ഈക്വൽ ടു +ഇൻഫിനിറ്റി ആണ്. അടുത്തൊരു എക്സാമ്പിൾ എഴുതിക്കേ. അടുത്ത എക്സാമ്പിൾ എന്താ പറഞ്ഞേക്കുന്നത്? ലിമിറ്റ് ഓഫ് n² ഈക്വൽ ടു +ഇൻഫിനിറ്റി. നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം പോസിറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? n² ഗ്രേറ്റർ ദാൻ n ആണ്, അല്ലേ? എത്ര വലിയ നാച്ചുറൽ നമ്പർ k തന്നാലും ആ kയേക്കാൾ വലിയൊരു നാച്ചുറൽ നമ്പർ n ഉണ്ട്. ആ n-നേക്കാളും വലുതാണ് ആര്? n². അതുകൊണ്ട് ഈ n² +ഇൻഫിനിറ്റിയിലേക്ക് പോകും എന്ന് നമ്മൾക്ക് പറയാം. ഓക്കെ, അടുത്ത എക്സാമ്പിൾ ഏതാണ് പറഞ്ഞേക്കുന്നത്? മൂന്നാമത്തെ എക്സാമ്പിൾ ഏതാ പറഞ്ഞേക്കുന്നത് നമ്മളോട്? ഇഫ് c ഗ്രേറ്റർ ദാൻ 1 ലിമിറ്റ് ഓഫ് c⁻n +ഇൻഫിനിറ്റി. നമ്മൾ ഈ തൊട്ട് മുന്നേ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, 0c<1 ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? ലിമിറ്റ് ഓഫ് cn എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകും? ലിമിറ്റ് ഓഫ് cn എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പ്രൂവ് ചെയ്ത്? 0. കണ്ടോ, ഈ പ്രോബ്ലത്തിൽ കണ്ടോ? ഇഫ് c ഗ്രേറ്റർ ദാൻ 1 ലിമിറ്റ് ഓഫ് cn ഈക്വൽ ടു +ഇൻഫിനിറ്റി. കണ്ടോ, ഇത് എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം? നമ്മൾ ബെർണോളിസ് ഇൻഇക്വാളിറ്റീസിൽ അല്ലെങ്കിൽ പറയാം, നമ്മളിവിടെ c ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് നമുക്കൊരു b കണ്ടുപിടിക്കാൻ പറ്റും. c 1-നേക്കാൾ വലുതല്ലേ? അപ്പോൾ c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? 1 + b, ബിക്കോസ് c ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ നമുക്കൊരു b കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ c⁻n എനിക്ക് എങ്ങനെ എഴുതാം? 1 + b⁴n എന്ന് എഴുതാം. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ബെർണോളിസ് ഇൻഇക്വാളിറ്റി പഠിച്ചിട്ടുണ്ട്. 1 + x⁴n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + nx. നമ്മുടെ ബെർണോളിസ് ഇൻഇക്വാളിറ്റിയാണ്. അപ്പോൾ 1 + b⁴n നമുക്ക് എങ്ങനെ എഴുതാം? 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + nb എന്ന് എഴുതാം. ഇതിലെ n എന്ന് പറയുന്നത് +ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഒരു സീക്വൻസ് അല്ലേ? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സീക്വൻസ് n ലിമിറ്റ് ഓഫ് n ഈക്വൽ ടു +ഇൻഫിനിറ്റി. അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ആൽഫ തന്നാലും n ആ ആൽഫയേക്കാൾ വലുതാകുന്ന രീതിയിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ this will be c⁻n will be greater than 1 + alpha. b is a constant. ഈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ആൽഫ തന്നാലും n ആ ആൽഫയേക്കാൾ വലുതാകുന്ന രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? c⁻n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + nb എന്നാണ് എഴുതിയത്. ബട്ട് nb is greater than ആൽഫ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? c⁻n ഗ്രേറ്റർ ദാൻ 1 + ആൽഫ. c⁻n ഗ്രേറ്റർ ദാൻ 1 + ആൽഫ. അതായത് c⁻n 1 + ആൽഫയേക്കാൾ വലുതാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? c⁻n ഗ്രേറ്റർ ദാൻ ആൽഫ. c⁻n ഗ്രേറ്റർ ദാൻ ആൽഫ നമ്മുടെ xn ആയിരുന്നു. c⁻n ആരെയേക്കാൾ വലുതാണ്? ആൽഫയേക്കാൾ വലുതാണ്. സോ xn ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ലിമിറ്റ് ഓഫ് xn ഈക്വൽ ടു +ഇൻഫിനിറ്റി. അതായത് ലിമിറ്റ് ഓഫ് c⁻n ഈക്വൽ ടു +ഇൻഫിനിറ്റി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ബട്ട് സി എന്നത് 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ c⁻n 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. കണ്ടോ, c ലൈസ് ബിറ്റ്വീൻ 0 and 1 ലിമിറ്റ് ഓഫ് c⁻n ഈക്വൽ ടു 0. ബട്ട് c ഗ്രേറ്റർ ദാൻ 1 ലിമിറ്റ് ഓഫ് c⁻n വിച്ച് ഇസ് ഈക്വൽ ടു +ഇൻഫിനിറ്റി. ഇതാണ് നമ്മുടെ പ്രോപ്പർലി ഡൈവേർജൻറ്റ് സീക്വൻസിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ,
അടുത്തതൊരു തിയറമാണ്. തിയറം പറയുന്നത് ഇതാണ്: എ monotone sequence of real numbers is properly divergent if and only if it is bounded. അതായത് if xn is unbounded increasing sequence, then limit xn equal to plus infinity. If xn is an unbounded decreasing sequence, then limit xn equal to minus infinity. Okay. അതായത് ഇവിടെ നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ലെറ്റ് സീക്വൻസ് എക്സ് എൻ ഇസ് എ മൊണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് എസ് എൻ ഇസ് എൻ മൊണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ്. മൊണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് ബൗണ്ടഡ് എബവ് ആണെങ്കിൽ അത് കൺവേർജൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പർലി ഡൈവേർജൻ്റ് ആകണമെങ്കിൽ അത് എന്തായിരിക്കും? അൺബൗണ്ടഡ് ആയിരിക്കും. ബൗണ്ടഡ് ആണെങ്കിൽ കൺവേർജൻ, അപ്പോൾ ഡൈവേർജൻ്റ് ആകണമെങ്കിൽ അൺബൗണ്ടഡ് ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്ത് കണ്ടോ? എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? എ മൊണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് പ്രോപ്പർലി ഡൈവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് അൺബൗണ്ടഡ്. അപ്പോൾ നമ്മൾ എന്താ അസ്യൂം ചെയ്തു? എ മൊണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് പ്രോപ്പർലി ഡൈവേർജൻ്റ് ആണെന്ന് അസ്യൂം ചെയ്തു. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? എ മൊണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് ബൗണ്ടഡ് എബവ് ആണെങ്കിൽ അത് കൺവേർജൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? പ്രോപ്പർലി ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ അത് ബൗണ്ടഡ് ആയിരിക്കുമോ? അപ്പോൾ അതെന്തായിരിക്കും? അൺബൗണ്ടഡ് ആയിരിക്കും. ബൗണ്ടഡ് ആണെങ്കിൽ കൺവേർജൻ, അപ്പോൾ ഡൈവേർജൻ്റ് ആകണമെങ്കിൽ അൺബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ പ്രോപ്പർലി ഡൈവേർജൻറ്റ് ഇംപ്ലൈസ് അൺബൗണ്ടഡ് എന്ന പാർട്ടാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയിരുന്നു. പ്രോപ്പർലി ഡൈവേർജൻ്റ് ആണെങ്കിൽ അത് അൺബൗണ്ടഡ് ആണ്. കാര്യം എന്താണ്? മൊണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് ബൗണ്ടഡ് എബവ് ആണെങ്കിൽ അത് കൺവേർജൻ. അപ്പോൾ പ്രോപ്പർലി ഡൈവേർജൻ്റ് ആകണമെങ്കിൽ അത് അൺബൗണ്ടഡ്. ബൗണ്ടഡ്നെസ് ഇംപ്ലൈസ് കൺവേർജൻ. സോ ഡൈവേർജൻ്റ് ആകണമെങ്കിൽ അൺബൗണ്ടഡ് ആയിരിക്കണം. സോ പ്രോപ്പർലി ഡൈവേർജൻ്റ് ഇംപ്ലൈസ് അൺബൗണ്ടഡ്. ആ പാർട്ട് കഴിഞ്ഞു. ഇനി നേരെ തിരിച്ച് എക്സ് എൻ അൺബൗണ്ടഡ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ എക്സ് എൻ അൺബൗണ്ടഡ് ആണെങ്കിൽ ഏത് ആൽഫ തന്നാലും അത് അപ്പർ ബൗണ്ട് അല്ല. എക്സ് എൻ അൺബൗണ്ടഡ് അല്ലേ? അപ്പോൾ ഏത് ആൽഫ തന്നാലും അത് അപ്പർ ബൗണ്ട് അല്ല. അപ്പോൾ ഏത് ആൽഫ തന്നാലും ഐ ക്യാൻ ഫൈൻഡ് ആൻ എൻ ആൽഫ സച്ച് ദാറ്റ് ആൽഫ എന്ന് പറയുന്നത് ലെസ് ദാൻ എക്സ് എൻ ആൽഫ. കണ്ടോ? നമുക്കൊരു എൻ ആൽഫ, ഇറ്റ്സ് ഇപ്പോൾ 12 എന്ന് പറയുന്നതാണ് അവിടുത്തെ എൻ ആൽഫ. അപ്പോൾ ആൽഫ ലെസ് ദാൻ എക്സ് എൻ ആൽഫ. കാര്യം എന്താ? എക്സ് എൻ അൺബൗണ്ടഡ് ആണ്. അപ്പോൾ എക്സ് എന്നിന് ഒരു അപ്പർ ബൗണ്ട് ഇല്ല. അപ്പോൾ എക്സ് എന്നിന് അപ്പർ ബൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഏത് ആൽഫ തന്നാലും നമുക്കൊരു എൻ ആൽഫ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ആൽഫ ആ എക്സ് എൻ ആൽഫയേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ സീക്വൻസിൻ്റെ എക്സ് എൻ ആൽഫ എന്ന ടേം ആൽഫയേക്കാൾ വലുതാണ് എന്നാണ് നമുക്ക് കിട്ടിയത്. സോ നമ്മുടെ ഇവിടുത്തെ സീക്വൻസ് മൊണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് എന്നാണ് തന്നിരിക്കുന്നത്. ആൽഫ തന്നെ എക്സ് എൻ ആൽഫ തന്നെ ആൽഫയേക്കാൾ വലുതാണ്. അപ്പോൾ നമ്മുടെ സീക്വൻസ് ഇൻക്രീസിങ് ആണ്. പിന്നെ വരുന്ന സീക്വൻസ് എക്സ് എൻ ആൽഫയേക്കാൾ വലുതാണ് അല്ലേ? അപ്പോൾ സീക്വൻസിൻ്റെ ഇനി വരുന്ന ടേംസ് ഈ എക്സ് എൻ ആൽഫയേക്കാളും വലുതായിരിക്കും. അപ്പോൾ എക്സ് എൻ ആൽഫ തന്നെ ഗ്രേറ്റർ ദാൻ ആൽഫ. അപ്പോൾ ഇനി വരുന്ന എല്ലാ ടേംസും എക്സ് എൻ ആൽഫയേക്കാൾ വലുതാണ്. അപ്പോൾ എക്സ് എൻ ആൽഫ എന്നൊരു സ്റ്റേജിന് ശേഷം എല്ലാ ടേംസും ആൽഫയേക്കാൾ വലുതാണ്. അതാണ് പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് ഡൈവേർജ് ചെയ്യുവാനുള്ള കണ്ടീഷൻ. അപ്പോൾ അൺബൗണ്ടഡ് ആണെങ്കിൽ പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് ഡൈവേർജ് ചെയ്യുന്നു. അതായത് പ്രോപ്പർലി ഡൈവേർജൻ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ എക്സ് എൻ ആൽഫ തന്നെ പിന്നെയുള്ള എല്ലാവരും ആൽഫയേക്കാൾ വലുതാണ്. അതായത് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് പ്രോപ്പർലി ഡൈവേർജൻറ്റ്. സോ അൺബൗണ്ടഡ് ഇംപ്ലൈസ് പ്രോപ്പർലി ഡൈവേർജൻറ്റ്. ഇനി ഇതുകൊണ്ട് പ്രോപ്പർലി ഡൈവേർജൻറ്റ് ഈ ഒരു ഡെഫിനിഷനും ഉണ്ട്. ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റിയും ആയാലും എന്ത് തന്നെയാണ്? പ്രോപ്പർലി ഡൈവേർജൻറ്റ് അല്ലേ? അപ്പോൾ സെയിം ആർഗ്യുമെൻറ്റ് തന്നെ ഇവിടെ, ഇതേ ആർഗ്യുമെൻറ്റ് തന്നെ ബൗണ്ടഡ് ബിലോയിലും നമുക്ക് പറയാം. ഇവിടെ നമ്മൾ ബൗണ്ടഡ് എബവ് എന്നാണ് നമ്മൾ എടുത്തത് അല്ലേ? അതായത് ഒന്നും ലോവർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞും ഇതേ ആർഗ്യുമെൻറ്റ് തന്നെ നമുക്ക് പറയാം. അപ്പോൾ സെയിം ആർഗ്യുമെൻറ്റ് തന്നെ ഇവിടെ വർക്കൗട്ട് ചെയ്യും. മനസ്സിലായോ? സെയിം ആർഗ്യുമെൻറ്റ് തന്നെ കണ്ട് ഇവിടെ വർക്ക് ചെയ്യും. അതായത് എക്സ് എൻ ഈസ് ആൻ അൺബൗണ്ടഡ് ഡിക്രീസിങ് സീക്വൻസ്, ദെൻ ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി. ഇങ്ങനെയാണ് ഈ തിയറം പ്രൂവ് ചെയ്യുന്നത്. അടുത്ത തിയറം ഇതാണ്: ലെറ്റ് എക്സ് എൻ ആൻഡ് വൈ എൻ ബി ടു സീക്വൻസസ് ഓഫ് റിയൽ നമ്പേഴ്സ് and suppose that xn less than or equal to yn for all n in n. A part, if limit xn equal to plus infinity, then limit of yn equal to plus infinity. If limit yn equal to minus infinity, then limit xn equal to minus infinity.
ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് നമുക്കൊന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അല്ലേ. ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത്? ഇവിടെ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ എന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ എക്സ് എൻ, ഇവിടെ ആദ്യം എന്താ തന്നിരിക്കുന്നത്? ലിമിറ്റ് എക്സ് എൻ പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ ലിമിറ്റ് വൈ എന്നും പ്ലസ് ഇൻഫിനിറ്റി ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് എൻ തന്നെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അപ്പോൾ അതിനേക്കാൾ മുകളിലാണ് ആര്? വൈ എൻ. അപ്പോൾ വൈ എന്നും എങ്ങോട്ട് പോകും? പ്ലസ് ഇൻഫിനിറ്റി. അതുപോലെ രണ്ടാമത്തെ പാർട്ട് നോക്കിക്കേ, വൈ എൻ തന്നെ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അപ്പോൾ അതിനേക്കാൾ ചെറുത് ആരാണ്? എക്സ് എൻ. അതിനേക്കാളും താഴെയാണ് എക്സ് എൻ. അപ്പോൾ അതും എങ്ങനെ പോകും? മൈനസ് ഇൻഫിനിറ്റിയിലേക്ക്. അപ്പോൾ ഈ പ്രൂഫ് നമുക്കൊന്ന് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രൂഫ് കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യുന്നത് അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ ഉപയോഗിച്ച് ആർഗ്യൂ ചെയ്താണ്. കറക്റ്റ് ഡെഫിനിഷൻ ഉപയോഗിച്ച് ആർഗ്യൂ ചെയ്താണ് ഇതിൻ്റെ പ്രൂഫ് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം അസ്യൂം ചെയ്തു ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ലിമിറ്റ് എക്സ് എൻ പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ എന്താ ഡെഫിനിഷൻ? പ്രോപ്പർലി ഡൈവേർജൻറ്റിൻ്റെ ഗിവൺ ആൽഫ എലമെൻറ്റ് ഓഫ് ആർ വി ക്യാൻ ഫൈൻഡ് എ കെ ഓഫ് ആൽഫ സച്ച് ദാറ്റ് ആൽഫ ലെസ് ദാൻ എക്സ് എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് ആൽഫ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ എക്സ് എന്നിനേക്കാൾ വലുതാണ് ആര്? വൈ എൻ. ഈ എക്സ് എന്നിനേക്കാൾ വലുതാണ് വൈ എൻ. അപ്പോൾ നമുക്കിവിടെ വൈ എന്നിൻ്റെ കേസിലും ഇത് വർക്ക് ചെയ്തില്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സോ ആൽഫ ലെസ് ദാൻ വൈ എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആൽഫ. ആൽഫ ലെസ് ദാൻ വൈ എൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് ഓഫ് വൈ എൻ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി. ക്ലിയർ? ഇതുപോലെ തന്നെ രണ്ടാമത്തത് ലിമിറ്റ് ഓഫ് വൈ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റിയുടെ ആർഗ്യുമെൻറ്റും ഇതുപോലെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാം. അതായത് ലിമിറ്റ് ഓഫ് വൈ എൻ മൈനസ് ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്? വൈ എൻ ലെസ് ദാൻ ബീറ്റ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് ബീറ്റ. ഈ വൈ എന്നിനേക്കാൾ ചെറുതാണ് ആര്? എക്സ് എൻ. സോ നമുക്ക് എന്ത് പറയാം? എക്സ് എൻ ലെസ് ദാൻ ബീറ്റ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് ബീറ്റ. എക്സ് എൻ ലെസ് ദാൻ ബീറ്റ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി. ഇത് എളുപ്പത്തിൽ നമ്മൾ ഡെഫിനിഷൻ ഉപയോഗിച്ച് നമ്മളിതിൻ്റെ പ്രൂഫ് പറഞ്ഞു. കണ്ടോ? അല്ലെങ്കിൽ തന്നെ നമുക്കിതൊന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ പ്രൂഫ് നമ്മൾക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ സെക്ഷൻ്റെ അവസാനത്തെ തീരത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ തീരം കൂടെ ഉള്ളൂ നമുക്ക് ലാസ്റ്റ് തീരം ഈ സെക്ഷൻ തീരാൻ. ആ തീരം പറയുന്നത് ഇങ്ങനെയാണ്: ലെറ്റ് എക്സ് എൻ ആൻഡ് വൈ എൻ ബി ടു സീക്വൻസസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആൻഡ് സപ്പോസ് ദാറ്റ് ഫോർ സം എൽ എലമെൻറ്റ് ഓഫ് R, L greater than 0, we have limit xn by yn equal to L, then limit xn plus infinity if and only if limit yn plus infinity. മനസ്സിലായോ? ഇവിടെ ലിമിറ്റ് എക്സ് എൻ ബൈ വൈ എൻ ഈക്വൽ ടു എൽ ആണ്. എൽ ഒരു പോസിറ്റീവ് നമ്പറാണ് തന്നിട്ടുണ്ട്. കൂടാതെ ലിമിറ്റ് ഓഫ് എക്സ് എൻ ബൈ വൈ എൻ എൽ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുകയാണ്. കാര്യം ലിമിറ്റ് ഓഫ് ഈ സീക്വൻസിൻ്റെ എക്സ് എൻ ബൈ വൈ എൻ എന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് എൽ ആണെങ്കിൽ ഉടൻ തന്നെ നമുക്ക് അതിൻ്റെ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a case such that modulus of xn by yn minus L less than epsilon for all n greater than or equal to k. ഇങ്ങനെയാണ് കിട്ടിയത്? മോഡുലസ് ഓഫ് എക്സ് എൻ ബൈ വൈ എൻ മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇത് എല്ലാ എപ്സിലോണിനും ട്രൂ ആകേണ്ടേ? കാര്യം എന്തുകൊണ്ടാണ്? എക്സ് എൻ ബൈ വൈ എന്നിൻ്റെ ലിമിറ്റാണ് ആര്? എൽ. അപ്പോൾ ഏതൊരു എപ്സിലോണിനും ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എപ്സിലോണ് L/2 എന്ന് എടുത്തു. ഇതിൽ തെറ്റില്ല. കാര്യം എന്താ? എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു സ്മോൾ പോസിറ്റീവ് നമ്പറാണ്. ഇവിടുത്തെ എൽ നമുക്ക് പ്രത്യേകം തന്നിട്ടുണ്ട്, എൽ പോസിറ്റീവാണ്. അതേസമയം എൽ ഗ്രേറ്റർ ദാൻ 0 എന്നൊരു കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് എപ്സിലോണിനെ L/2 എന്ന് എഴുതാൻ പറ്റില്ല. ബിക്കോസ് എൽ ഒരു നെഗറ്റീവ് നമ്പറായി പോകാം. അപ്പോൾ L/2 എന്ന് പറയുന്ന എപ്സിലോൺ നെഗറ്റീവ് ആവാം. പക്ഷേ നമ്മുടെ എപ്സിലോൺ എപ്പോഴും ഇറ്റ് ഈസ് എ സ്മോൾ പോസിറ്റീവ് നമ്പർ. അപ്പോൾ എപ്സിലോൺ L/2 എന്നെടുത്തതിൽ തെറ്റില്ല. അപ്പോൾ ഞാൻ ഇൻ പെർട്ടിക്കുലർ എപ്സിലോൺ ഈക്വൽ ടു L/2 എന്ന് ചൂസ് ചെയ്തു.
ഇങ്ങനെ എപ്സിലോൺ ഈക്വൽ ടു എൽ ബൈ ടു എന്ന് ചൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ, ഇപ്പോൾ പറഞ്ഞു ഞാൻ എൽ ഗ്രേറ്റർ ദാൻ 0 എന്ന് നമ്മുടെ അസംഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ എൽ പോസിറ്റീവ് ആണെങ്കിൽ എൽ ബൈ ടു പോസിറ്റീവ് ആണ്. അപ്പോൾ എപ്സിലോൺ ആയിട്ട് നമുക്ക് ഏത് പോസിറ്റീവ് വാല്യൂ അസ്യൂം ചെയ്യാം? സോ വി ചൂസ് എപ്സിലോൺ ഈക്വൽ ടു എൽ ബൈ ടു വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് എക്സ് എൻ ബൈ വൈ എൻ മൈനസ് എൽ ലെസ് ദാൻ എൽ ബൈ ടു ആണ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടി. അപ്പോൾ മോഡുലസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തേ. മോഡുലസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് എൽ ബൈ ടു ലെസ് ദാൻ എക്സ് എൻ ബൈ വൈ എൻ ലെസ് ദാൻ എൽ ബൈ ടു ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഞാൻ ത്രൂ ഔട്ട് ഒരു എൽ ആഡ് ചെയ്യുന്നു. ത്രൂ ഔട്ട് ഒരു എൽ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എൽ മൈനസ് എൽ ബൈ ടു ലെസ് ദാൻ എക്സ് എൻ ബൈ വൈ എൻ ലെസ് ദാൻ എൽ പ്ലസ് എൽ ബൈ ടു. അപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? എൽ ബൈ ടു ലെസ് ദാൻ എക്സ് എൻ ബൈ വൈ എൻ ലെസ് ദാൻ 3L ബൈ ടു ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടി. ഓക്കെ, ഇപ്പം നമുക്ക് ലാസ്റ്റ് കിട്ടിയത് എൽ ബൈ ടു ലെസ് ദാൻ എക്സ് എൻ ബൈ വൈ എൻ ലെസ് ദാൻ 3L ബൈ ടു ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. എക്സ് എന്നും വൈ എന്നും പോസിറ്റീവ് സീക്വൻസുകളാണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വൈ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കൊണ്ട് ഈ ഇനിക്വാളിറ്റിക്ക് ഒരു ചേഞ്ചും വരില്ല. ബിക്കോസ് എക്സ് എൻ ആൻഡ് വൈ എൻ ആർ പോസിറ്റീവ് സീക്വൻസസ്. അപ്പോൾ ഞാൻ ത്രൂ ഔട്ട് വൈ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എൻ്റെ ഇനിക്വാളിറ്റി ചേഞ്ച് ആവില്ല. സോ വൈ എൻ എൽ ബൈ ടു ലെസ് ദാൻ എക്സ് എൻ ലെസ് ദാൻ 3L ബൈ ടു വൈ എൻ എന്ന് കിട്ടി. ബിക്കോസ് വൈ എൻ ഇസ് എ പോസിറ്റീവ് സീക്വൻസ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇനി നമുക്ക് തൊട്ട് മുന്നിലത്തെ തീറം അപ്ലൈ ചെയ്യാമല്ലോ. തൊട്ട് മുന്നിലത്തെ തീറം എന്താ പറഞ്ഞിരിക്കുന്നത്? എന്തായിരുന്നു നമ്മൾ തൊട്ട് മുന്നിലത്തെ തീറം നമ്മൾ പറഞ്ഞിരുന്നത്? ഇഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ആണെങ്കിൽ, ഇപ്പം നമ്മൾ എഴുതിയില്ലായിരുന്നോ? ലിമിറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ആണെങ്കിൽ എക്സ് എൻ പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമെങ്കിൽ വൈ എന്നും പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഈ ഇനിക്വാളിറ്റി എടുത്തു. ഇതെടുത്തു, ഇത്രയും മാത്രം എടുത്തു. വൈ എൻ എൽ ബൈ ടു ലെസ് ദാൻ എക്സ് എൻ. കണ്ടോ? വൈ എൻ എൽ ബൈ ടു ലെസ് ദാൻ എക്സ് എൻ. അപ്പോൾ വൈ എൻ ഒരു അപ്പോൾ നമ്മളിവിടെ ആദ്യമേ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? വൈ എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുവെങ്കിൽ നമ്മൾക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? എക്സ് എന്നും ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്നായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഇനിക്വാളിറ്റി മാത്രം എടുത്തു. വൈ എൻ എൽ ബൈ ടു ലെസ് ദാൻ എക്സ് എൻ. ഇവിടുത്തെ വൈ എൻ പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എങ്കിൽ വൈ എന്നിനെ ഒരു കോൺസ്റ്റൻ്റ് ആയ എൽ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതും ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? വൈ എൻ എൽ ബൈ ടു ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് പറയാം. അതിനേക്കാൾ വലുതാണ് ആര്? എക്സ് എൻ. അപ്പോൾ നമ്മൾ നേരത്തെ തീറം അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് എന്നും ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ എന്ത് മനസ്സിലായി? വൈ എൻ എ പാർട്ട് പ്രൂവ് ചെയ്തു. വൈ എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുവാണെങ്കിൽ എക്സ് എന്നും ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇനി അതിനുശേഷം ഞാൻ എന്താ ഈ ഇനിക്വാളിറ്റി എടുത്തു. അതായത് എക്സ് എൻ ലെസ് ദാൻ 3L ബൈ ടു വൈ എൻ എന്നെടുത്തു. അതുപോലെ എക്സ് എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പം നമുക്ക് അടുത്ത ഇനിക്വാളിറ്റി നമ്മുടെ കിട്ടിയ ഇനിക്വാളിറ്റി എന്തായിരുന്നു? നമ്മൾ എഴുതിയ ഇനിക്വാളിറ്റി എന്തായിരുന്നു? എൽ ബൈ ടു വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3L ബൈ ടു വൈ എൻ. ആദ്യമേ ഞാൻ ഇതെടുത്തു. ഇവിടുത്തെ വൈ എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ എൽ ബൈ ടു വൈ എനും ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അതിനേക്കാൾ വലുതാണ് എക്സ് എന്നും ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അടുത്ത ഞാൻ ഇത് അസ്യൂം ചെയ്തു. അതെന്താണ്? എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3L ബൈ ടു വൈ എൻ. ഞാനിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ 2/3 എക്സ് എൻ എങ്ങനെ വരുന്നത്? 3L ബൈ ടു എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3L ബൈ ടു വൈ എൻ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ പിന്നെ എക്സ് എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ടോ എങ്കിൽ എക്സ് എൻ ഇൻറ്റു 2L ബൈ 3 എക്സ് എൻ ഇൻറ്റു 2L ബൈ 3 എന്ന സീക്വൻസ് കൺസിഡർ ചെയ്യുക.
അപ്പോൾ 2l/3 ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2l/3 xn എന്ന സീക്വൻസും ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഒരു സീക്വൻസ് ആണ്. പക്ഷേ ഇവിടെ yn-ൻ്റെ കൂടെയാണ് ആര് കിടക്കുന്നത്? 3l/2 എന്നത് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോഴാണ് അതെന്ത് വരുന്നത്? 2l/3 xn 2l/3 ആണോ വരുന്നത് അവിടെ? ഇങ്ങനെയാണ് നമ്മുടെ സീക്വൻസ് എന്തായിരുന്നു? മിസ് ഒന്നും കൂടെ എഴുതട്ടെ. ആ ഇനിക്വാളിറ്റി എന്തായിരുന്നു? l/2 yn ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3l/2 yn. അപ്പോൾ എന്തെഴുതി? xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3l/2 yn അല്ലേ? അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 2/3l ഇങ്ങനെയല്ലേ വരുന്നത്? 2/3l xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ഇനി നേരെ തിരിച്ച് xn ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ 2/3l xn എന്തിലേക്ക് പോകുന്നു? ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ഞാൻ ഇങ്ങോട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതായത് ഈ yn-ൻ്റെ കൂടെ കിടക്കുന്ന 3l/2നെ ഇങ്ങോട്ട് എടുത്തപ്പോഴാണ് എനിക്കത് കിട്ടിയത്. അപ്പോൾ അത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അപ്പോഴാണ് xn-ഉം y-നും പോസിറ്റീവ് ആയതുകൊണ്ട് ഇനിക്വാളിറ്റി റിവേഴ്സ് ചെയ്യില്ല. അപ്പോൾ 2/3l xn ലെസ് ദാൻ yn ആണ്. 2/3l xn എന്നത് പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഒരു സീക്വൻസ് ആണ്. അതിനേക്കാൾ മുകളിലാണ് ആര് കിടക്കുന്നത്? yn. സോ ആ സീക്വൻസും ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു അല്ലേ? അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ഇനിക്വാളിറ്റി ആയിട്ട് നമ്മൾ ഇതിനെ എടുത്തു. രണ്ട് സെപ്പറേറ്റ് ഇനിക്വാളിറ്റി ആയിട്ട് നമ്മൾ എടുത്തു. ആദ്യം എടുത്തത് l/2 yn ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn എടുത്തു. അവിടെ yn പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ xn പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അടുത്ത നമ്മൾ xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3l/2 yn എന്നെടുത്തു. അവിടെ ആര് പോകുന്നു? xn ഇൻഫിനിറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ yn-ഉം ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ ബോത്ത് xn ആൻഡ് yn അവർ ഒന്നിച്ചാണ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്. അവർ ഇൻഫിനിറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ അവർ ഒന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നത്? മനസ്സിലായോ? xn-ഉം y-നും ഒന്നിച്ചാണ് ഇൻഫിനിറ്റിയിലേക്ക് അവർ പോകുന്നതെങ്കിൽ അവർ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നത്? ലിമിറ്റ് xn/yn ഈക്വൽ ടു l എന്ന് അറിയാമെങ്കിൽ yn n എന്ന് വിചാരിക്കുക. അപ്പോൾ സീക്വൻസ് xn-ഉം എവിടേക്കായിരിക്കും പോകുന്നത്? പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് തന്നെ പോകും. അതായത് ഇത് നമുക്കറിയാം, ലിമിറ്റ് xn/yn l ആണെന്ന് അറിയാം. അതുപോലെ yn എന്ന് പറയുന്ന സീക്വൻസ് n ആണെന്ന് നമുക്കറിയാം. ഈ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എങ്ങടാ പോകുന്നത്? പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക്. അപ്പോൾ നമുക്ക് xn ആരാണെന്നൊന്നും അറിയണ്ട, xn എങ്ങനെയുള്ള സീക്വൻസ് ആണെന്നൊന്നും നമുക്കറിയണ്ട. അങ്ങനെയെങ്കിൽ xn-ഉം എങ്ങോട്ട് തന്നെയായിരിക്കും പോകുന്നത്? പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് തന്നെയായിരിക്കും നമ്മുടെ xn-ഉം പോകുന്നത്. കാരണം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്നും അറിയാം. xn/yn ഒരു ഫൈനൈറ്റ് പോസിറ്റീവ് എല്ലിലേക്കും പോകുന്നു എന്നറിയാം. അപ്പോൾ ഈ തിയറം അപ്ലൈ ചെയ്യുവാണെങ്കിൽ xn ഇൻഫിനിറ്റിയിലേക്ക് പോകും എന്ന് കിട്ടും. അങ്ങനെയാണ് ഈ തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് തീരുവാണ്. നമ്മുടെ ക്ലാസ് ഇന്നത്തെ തീരുന്നു. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ എല്ലാ സെക്ഷൻസും നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് 6 സെക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 6ാമത്തെ സെക്ഷനായിരുന്നു പ്രോപ്പർലി ഡൈവേർജൻറ്റ് സീക്വൻസ്. അതായിരുന്നു മിസ് ഒന്ന് സ്കിപ്പ് ചെയ്തിരുന്നത്. അതിൻ്റെ ക്ലാസ്സാണ് ഇന്നത്തേക്ക് എടുത്തത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.